കാരണം പിന്നെ ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്തതാണ്, അതുകൊണ്ട് കണ്ണേറ് തന്നെ ഇല്ല എന്ന് പറയാൻ പാടുണ്ടോ? അതില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹിയാണ് പഠിപ്പിച്ചത്. ബുഖാരിയിലാണ്, മുസ്ലിമിലാണ് ഹദീസ്. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് യാഥാർത്ഥ്യമാണ്. കണ്ണേറ് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് സംഭവിക്കും, യാഥാർത്ഥ്യമാണ്. ഐൻ ഹഖാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. അതിൽ ബുദ്ധിക്ക് യോജിക്കായ്മ ഒന്നും തന്നെ ഇല്ല. അത് സംഭവിക്കുന്നത് അല്ലാഹ് ഉദ്ദേശിച്ചാൽ മാത്രമാണ്, ഇല്ലെങ്കിൽ സംഭവിക്കുകയും ഇല്ല. ഇത് മനസ്സിലാക്കൽ അനിവാര്യമാണ്. അതെ, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറാ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം. അങ്ങനെ ആയത്ത്. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി, അഹ്ലി കിതാബികളായ ഗ്രന്ഥത്തിന്റെ ഉടമകൾക്ക് പൂതിയുണ്ട് നിങ്ങളെയെല്ലാം കാഫിരീങ്ങളാക്കി മടക്കണമെന്ന്. ഇല്ലേ? അമേരിക്കക്കാർ പൂതി വെക്കുന്നു, ബ്രിട്ടീഷുകാർ പൂതി വെക്കുന്നു, ലോകത്തിലുള്ള സാർവമതസ്ഥർ പൂതി വെക്കുന്നു നാം അമുസ്ലിങ്ങളായി കിട്ടണമെന്ന്, നാം ക്രിസ്ത്യാനായി കിട്ടണമെന്ന് പൂതിയില്ല അവർക്ക്, നാം ജൂതരായി കിട്ടണമെന്ന് പൂതിയില്ല, നാം ഇസ്ലാം ഒഴിവാക്കി കിട്ടണം. അതാണ്, അതിനുവേണ്ടിയാണ് ഈ പോരാട്ടങ്ങൾ മുഴുവൻ, ഈ മത്സരങ്ങൾ മുഴുവനും, ഈ കരിഞ്ചന്ത പ്രചരണങ്ങൾ മുഴുവനും, ഈ വെല്ലുവിളികൾ മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മെ എങ്ങനെയെങ്കിലും എന്ത് കാരണത്താലാണ്? ഹസദ, നിങ്ങളോടുള്ള അസൂയ കൊണ്ട് മാത്രം. എന്തേ നിങ്ങളുടെ കൂടെ ഖുർആൻ, എന്തേ നിങ്ങളുടെ കൂടെ അവസാനത്തെ നബി, എന്തേ നിങ്ങളുടെ കൂടെ ലോക അത്ഭുത ഗ്രന്ഥം, ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള അസൂയാണ് അവരെ അതിലേക്ക് പ്രേരിപ്പിച്ചതെന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്നു. അതുകൊണ്ട് അസൂയ എന്നത് ഉള്ളതാണ്. അസൂയ എന്നതിലൂടെ ഉണ്ടാകുന്നതായ സാധനമാണ് എന്ത്? കണ്ണേറ്. അല്ലാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് അവന്റെ ശിട്ടികൾക്ക് നൽകിയതിൽ നിങ്ങൾ എന്തിനാണ് അസൂയ വെക്കുന്നത്? ഖുർആൻ ചോദിക്കുന്നു. അവർക്ക് അല്ലാഹ് കാർ നൽകാൻ, അവർക്ക് അല്ലാഹ് പേലസ് നൽകാൻ, അവർക്ക് അല്ലാഹ് കാശ് നൽകാൻ തീരുമാനിച്ചു. നിങ്ങൾ അതിന് അസൂയ വെച്ചിട്ട് എന്താ പ്രയോജനം? അം ഹസിബല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ അല്ലൻ യുഖ്രിജല്ലാഹു അദ്ഗാനഹും. ഹൃദയത്തിൽ രോഗം പിടികൂടിയതായ അസൂയ വെക്കുന്ന വിഭാഗത്തിന്റെ ആ ഹൃദയത്തിൽ നിന്നിട്ട് അവരുടെ അസൂയ അല്ലാഹ് പുറത്തെടുക്കുകയില്ല എന്നാണ് അവർ മനസ്സിലാക്കിയത്. റസൂൽ ചോദിക്കുന്നു, നിങ്ങളിലേക്ക് പെർഷ്യൻ നാട് നിങ്ങൾ കീഴടക്കിക്കഴിഞ്ഞാൽ, റോമൻ നാട് നിങ്ങൾ കീഴടക്കിക്കഴിഞ്ഞാൽ, നോക്ക് വരാൻ പോകുന്ന കാര്യം പറയാണ് റസൂൽ കണ്ടിട്ടില്ലല്ലോ. റോമ നമ്മുടെ കയ്യിൽ വന്നത് റസൂൽ കണ്ടിട്ടില്ലല്ലോ. റോമൻകാരുടെ നാടാകുന്ന തുർക്കിയെയും അതിന്റെ പരിസരത്തുള്ളതായ നാടുകളും നമ്മുടെ കീഴിൽ വന്നത് റസൂൽ കണ്ടിട്ടില്ലല്ലോ. കണ്ടിരുന്നോ? റസൂൽ മരിക്കുന്നതിന് മുമ്പ്, മരിക്കുന്ന ശേഷമാണല്ലോ സംഭവിക്കുന്നത്. പക്ഷെ റസൂല് പറഞ്ഞു നമ്മളോട്, റോമ നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞാൽ, പേർഷ്യ നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞാൽ, അന്നത്തെ വൻ രാഷ്ട്രങ്ങൾ അതാണ്, നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞാൽ റസൂൽ ചോദിക്കുന്നു, നിങ്ങൾ ആരായിരിക്കും അന്ന്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മറുപടി പറഞ്ഞു, റസൂലേ, ഞങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അല്ല, അന്ന് സംഭവിക്കൽ നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യും? അങ്ങും ഇങ്ങും മത്സരിക്കും. കാശിന്റെ പേരിൽ, ദുനിയാവിന്റെ പേരിൽ, ഭൗതികത്തിന്റെ പേരിൽ, സ്ഥാനത്തിന്റെ പേരിൽ, മാനത്തിന്റെ പേരിൽ എന്ന് മാത്രമല്ല, അതിനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് അസൂയാണ്. തഹാസദൂൻ, നിങ്ങൾ തഹാസദു സുമ്മ തഹാസദൂൻ, നിങ്ങൾ അങ്ങും ഇങ്ങും അസൂയാലുക്കളായി മാറുകയും ചെയ്യുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്ഥാനപ്പേരിൽ, സ്ഥാനം കിട്ടണം എന്ന പേരിൽ അസൂയ വെച്ച് പുലർത്തിയിട്ട് നാട്ടുകാരുടെ പിന്നിലും വീട്ടുകാരുടെ പിന്നിലും സംഘടനകളുടെ പിന്നിലും ഭിന്നിപ്പുണ്ടാക്കുന്നതായ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകുമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി കൂട്ടി പറഞ്ഞതാണ്. റസൂൽ പറയുന്നു, നിങ്ങൾക്ക് അസൂയ നിങ്ങളിലേക്ക് കേറി കൂടിക്കഴിഞ്ഞാൽ സുമ്മതതദാബറൂൻ, നിങ്ങൾ നന്മയിൽ നിന്നിട്ട് പിന്നിടേണ്ടി വരും. സത്യം സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന കാര്യത്തിൽ നിന്നിട്ട് പിന്മാറേണ്ടി വരും. നിങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും കാണാൻ പറ്റാത്ത, കോപ്പിച്ച് ജീവിക്കുന്ന, പ്രയാസപ്പെട്ട് ജീവിക്കുന്ന വിഭാഗമായി മാറും. തതബാഗദൂൻ. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി മുസ്ലിമിൽ 2962 നമ്പർ ഹദീസാണ് നിങ്ങൾ കേട്ടത്. അസൂയ അപകടമാണ്. റസൂൽ പറയുന്നു, കണ്ണേറ് അതിലൂടെയാണ് ഉടലെടുക്കുന്നത്. ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബ്ലക്കും, നിങ്ങളിലേക്ക് അഴിഞ്ഞാടുന്നതാണ് മുമ്പുള്ള ഉമമുകൾക്ക് വന്ന രൂപത്തിലുള്ളതായ രോഗങ്ങൾ. അവസാനിച്ചല്ലേ? നിർത്തണേ ഞാൻ. അതെ, എന്താണത്? അൽ ഹസദ് വൽ ബഗ്ള. ഈ ഹദീസിന് അർത്ഥം വെച്ച് നിർത്തി കളയാം.
അസൂയയും കോപവും അലാഹിയൽ ഹാലിഖ, അത് കളഞ്ഞു കളയുന്ന സാധനമാണ്. ഞാൻ പറയുന്നില്ല മുടി കളയുന്നതെന്ന് റസൂൽ പറയാണ്. പിന്നെയോ ദീൻ കളയും. ഒരു മുസ്ലിമിൽ നന്മ കാണുമ്പോൾ, ഒരു മുസ്ലിമിന് പുരോഗതി കാണുമ്പോൾ അത് കണ്ട് സഹിക്ക വയ്യാതെ അസൂയയിൽ ഉണ്ടാകുന്നതായ കണ്ണേറാണ് നാം പറഞ്ഞു വരുന്നതായ കണ്ണേർ. ആ കണ്ണേറിൽ നിന്നിട്ട് രക്ഷ നേടാനുള്ളതായ മാർഗമാണ് ഉപയോഗിക്കേണ്ടതായ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കണ്ണേറ് ഫലിക്കുകയില്ല. ഇനി കണ്ണേറ് ഫലിച്ചാൽ തന്നെ അത് മാറാൻ വേണ്ടിയും പ്രാർത്ഥനയുണ്ട് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കഴുകാൻ വേണ്ടി ചോദിച്ചാൽ കഴുകണം, കുളിക്കാൻ വേണ്ടി പറഞ്ഞാൽ കുളിക്കണം, പിടിക്കാൻ വേണ്ടി എന്നർത്ഥം എന്നും നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അഥവാ നമ്മുടെ കണ്ണേറ് തട്ടിയിട്ടാണ് ഇന്നാൾക്ക് രോഗം ബാധിച്ചതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളോട് നിങ്ങളൊന്ന് ഒന്നു പിടിച്ചിട്ട് അതിന്റെ വെള്ളം തരണം, അതിലൂടെ ചികിത്സിച്ചാൽ രോഗം മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ശരീരം സ്പർശിച്ച തട്ടിയതായ വെള്ളം, നിങ്ങളിലൂടെ വന്ന അസൂയ, നിങ്ങളിലൂടെ വന്നതായ ആ വിഷം മാറാൻ അതേ വെള്ളം ഉപയോഗിക്കുമ്പോൾ മാറുമെന്ന് റസൂൽ പഠിപ്പിച്ചതാണ്. അത് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കൊടുക്കണമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെ ചികിത്സിക്കുന്ന ശൈലിയിൽപ്പെട്ട ഒന്നാണ്. മറ്റാൾക്ക് കണ്ണേർ ഒരാളിലൂടെ തട്ടിക്കഴിഞ്ഞാൽ അയാൾ പറഞ്ഞ വാക്കിലൂടെയാണ് ഈ കണ്ണേർ തട്ടിയത് എന്ന് ഒരാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അയാളോട് നിങ്ങളൊന്ന് ഒതു പിടിച്ച വെള്ളം തരണമെന്ന് ആവശ്യപ്പെടാം. അങ്ങനെ ആ വെള്ളത്തിലൂടെ ഇയാൾ അത് കുടിക്കുകയും കുളിക്കുകയും അല്ലെങ്കിൽ അത് കൊണ്ട് കഴുകുകയും ചെയ്താൽ അയാളുടെ രോഗം മാറുമെന്നതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അത് അനുഭവവും അങ്ങനെ തന്നെയാണ്. അത് സ്ഥിരീകരിക്കപ്പെട്ടതായ മനസ്സിലല്ലേ? ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളതാണ്. അള്ളാഹ് പറയാണ് ഉണ്ടെന്ന്. അള്ളാഹ് ഉദ്ദേശിച്ചാലേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അസൂയയിൽ കൂടി ഉടലെടുക്കുന്നതായ വിഷത്തിന്റെ പവറാണത്. മനസ്സിലല്ലേ? അപ്പോൾ എന്തുണ്ടാകാം? അസൂയയിലൂടെ കണ്ണേറുണ്ടാകാം, കണ്ണേറിലൂടെ ദ്രോഹമുണ്ടാകാം. ആ ദ്രോഹത്തെ തൊട്ട് കാവലിനെ ചോദിക്കാൻ പഠിപ്പിക്കുകയാണ്. ഇതിപ്പോൾ ജിബ്രീൽ ഓതിക്കൊടുക്കുന്നതും റസൂലുള്ളാഹി ഓതുന്നതും നമുക്ക് പഠിക്കാനാണ്, നാം പഠിക്കാനാണ്. നാം എന്ത് പഠിക്കണം? ഒന്നാമത് അസൂയാലുക്കളായി മാറാൻ പാടില്ല. ഒന്നാമത് പഠിക്കേണ്ടത് അതാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് അസൂയ പാടുള്ളതല്ല. അസൂയയിലൂടെയാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. യഥാർത്ഥം വിശുദ്ധ ഫുർഖാനിൽ അലീമിൽ അസൂയ എന്ന പദം രണ്ട് പദത്തിലൂടെ വരുന്നുണ്ട്. ഒരു പദം ഹസദി എന്നതാണ്, മറ്റൊരു പദം ഹെഖ്ദി എന്നതാണ്. ഹസദി എന്നത് 4 തവണ, ഹെഖ്ദി എന്നത് 8 തവണ ഖുർആനിൽ കാണാവുന്നതാണ്. ഇത് രണ്ടും ഒരേ ഏകദേശം അർത്ഥം, തുല്യതയുള്ള അർത്ഥമാണ് അതിലുള്ളത്. അതിലൂടെയാണ് കണ്ണേർ സാധാരണ സംഭവിക്കാറുള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ സൂക്ഷ്മത പാലിക്കൽ നല്ലതാണ്. നാമും അങ്ങനെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കണം. നമ്മോട് സൂക്ഷ്മത പാലിക്കാൻ പഠിപ്പിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെയുള്ള പറയാൻ പറ്റാത്ത വാക്കുകൾ പറഞ്ഞത് കാരണത്താൽ അദ്ദേഹത്തിന് കണ്ണേറ് തട്ടിയത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹല്ലാ ബറക്ത അഖാഹു ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലെങ്കിൽ നിന്റെ സഹോദരന് നീ എന്തുകൊണ്ട് ബർക്കത്തിന് വേണ്ടി തേടിയില്ല? നീ എന്തുകൊണ്ട് ബർക്കത്തിന് വേണ്ടി തേടിയില്ല? ചില ആൾക്കാര് മാഷാ അല്ലാ എന്നുള്ള പദം മാത്രം പറയും. അത് പോരാ. മാഷാ അല്ലാ എന്നും പറഞ്ഞാൽ പോരാ, തബാറക്കല്ലാ എന്നും പറഞ്ഞാൽ പോരാ. തബാറക്കല്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ല ബർക്കത്തുള്ള ആളാണെന്നാണ്. നാം റസൂൽ പറയുന്നത് ഇദ്ദേഹത്തിന് എന്ത് വേണം? ബർക്കത്തിന് തേടണം. അപ്പോൾ അള്ളാഹ് നിന്നെ അനുഗ്രഹിക്കട്ടെ, നല്ല കാറല്ലോ, അള്ളാഹ് നിന്നെ അനുഗ്രഹിക്കട്ടെ, നല്ല 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 ബിസിനസ് ആണല്ലോ, നല്ല കടയാണല്ലോ, അള്ളാഹ് നിന്നെ അനുഗ്രഹിക്കട്ടെ, നല്ല വീടാണല്ലോ. അപ്പൊ അള്ളാഹ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന പദപ്രയോഗം മാഷാ അള്ളയോട് കൂടി കൂട്ടിച്ചേർക്കണം. അതാണ് ബാറക്താന്ന്, ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കൽ എന്നതാണ്. അപ്പോൾ എന്തുപോയി? അസൂയാലുക്കളിൽ നിന്നിട്ട് ഉടലെടുക്കുന്ന വാക്ക് ഒരു വിഷത്തിന്റെ വാക്കാണ്. ആ വിഷം അദ്ദേഹത്തിന് അത് എന്തായി മാറും? അപകടമായി മാറും. അത് തട്ടാതിരിക്കാൻ വേണ്ടി ഇസ്ലാം കൽപ്പിക്കുന്ന ശൈലിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹ് ഉദ്ദേശിച്ചാലേ തട്ടുള്ളൂ, ഇല്ലെങ്കിൽ തട്ടൂല. പക്ഷെ നമ്മോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രതിരോധ വകുപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? എപ്പോഴും നമസ്കാര ശേഷം ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാഥാതി ഫിൽ ഉഖദ മിൻ ശർരി ഹാസിദിൻ. അസൂയക്കാരൻ അസൂയ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഷർറ് ഖുർആനാണ്. അപ്പോൾ അസൂയ വെക്കുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്?
ഷെറുണ്ടാകുന്നുണ്ട്. ആ ഷെറാണ് എന്തെങ്കിലും പറയുമ്പോൾ തട്ടുക, അത് തട്ടാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് ഓതാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ എന്നും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന, എന്നും നമസ്കാര ശേഷം ഓതിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള അപകടങ്ങൾ ഭയപ്പെടേണ്ടതില്ല, അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി ഇൻഷാ അള്ളാഹ്. അതാണ് ഇസ്ലാം പ്രതിരോധ വകുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും നൽകുന്നു എന്ന് പറയാൻ കാരണം. പിന്നെ ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്തതാണ്, അതുകൊണ്ട് കണ്ണേറ് തന്നെ ഇല്ല എന്ന് പറയാൻ പാടുണ്ടോ? അതില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹിയാണ് പഠിപ്പിച്ചത്. ബുഖാരിയിലാണ്, മുസ്ലിമിലാണ് ഹദീസ്. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് യാഥാർത്ഥ്യമാണ്. കണ്ണേറ് യാഥാർത്ഥ്യമാണ്.